പ്രേമലു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു പെർഫെക്റ്റ് ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ മലയാളത്തിൽ വരുന്നത്. എല്ലാ കോമഡികളും വർക്കായി, ഈ പ്രേമത്തിൻ്റെ വിരഹത്തിൻ്റെ എല്ലാ ഇമോഷണൽ സീൻസും വർക്കായി പെർഫെക്റ്റായിട്ട് തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന, ഒരു നിമിഷം പോലും ബോറടി ഇല്ലാതെ കാണാൻ പറ്റുന്നൊരു സിനിമ. അതാണ് എനിക്ക് പ്രേമലു. ഒരുപക്ഷെ കഴിഞ്ഞ വർഷത്തെ രോമാഞ്ചം എന്ന സിനിമയ്ക്ക് ശേഷം ഇത്രയും ചിരിച്ച് മറിഞ്ഞ ഒരു സിനിമ പ്രേമലു ആയിരിക്കും. കാരണം അത്രത്തോളം കോമഡികൾ എല്ലാ പ്രായക്കാർക്കും വർക്കൗട്ട് ആകുക എന്ന് പറയുന്നൊരു ഭയങ്കര കാര്യമാണ്. പ്രത്യേകിച്ച് യൂത്തിനിടയിൽ, അതായത് ഈ നമ്മളീ ആൾക്കാർ ഉപയോഗിക്കുന്ന ഭാഷ, പോപ്പ് കൾച്ചർ പ്രയോഗങ്ങൾ, സിനിമാ ഡയലോഗുകൾ, ഇതൊക്കെ കോർത്തിണക്കി നമ്മൾ കൂട്ടുകാരുടെ കൂടെ നിന്ന് വിറ്റടിക്കുന്ന ഒരു വൈബ് കിട്ടുക, ഒരു പൊളി വൈബ് കിട്ടുക. ഈ പ്രായത്തിലുള്ള ആൾക്കാരുടെ പ്രേമം എങ്ങനെയായിരിക്കും, ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വർക്കൗട്ട് ആകുന്നത്, ഈ ഫ്രണ്ട് സോണ്ട് പ്രേമം, ആ ഒരു ഡൗട്ട്, പിന്നീട് പ്രേമത്തിലേക്ക് എത്തുന്നത്, ഈ മൊത്തത്തിൽ ഈ ഒരു പരിപാടി കോമഡിയാക്കി പെർഫെക്റ്റായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഗിരീഷ് ഷെഡി. ശരിക്കും പറഞ്ഞാൽ റോംകോം എന്ന ഒരു ജോണറിൽ തന്നെ തുടർച്ചയായിട്ട് 3 പടം, തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, ഇപ്പോൾ പ്രേമലു, ഹാട്രിക് ഹിറ്റടിച്ച ഒരേ ഒരു സംവിധാനം ചിലപ്പോൾ ഗിരീഷ് ഷെഡി മാത്രമായിരിക്കും. പുള്ളിയുടെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ബേസിക്കലി എങ്ങനെയാണ് ഒരു സംഭവം വർക്കൗട്ടായി പോകേണ്ടത്, ഒരു സിനിമയുടെ ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം, വിഷ്വലി നമ്മൾ എന്തുമാത്രം കാണിക്കണം, ഇതൊക്കെ പ്രേക്ഷകൻ തിയേറ്ററിൽ എങ്ങനെ ഇരുന്ന് കാണും എന്നൊരു ജഡ്ജ്മെൻ്റ് ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ സിനിമയ്ക്കുണ്ട്. ഭയങ്കര രസമായിട്ട്, ഒരു നിമിഷം പോലും ബോറടിച്ച് നമ്മളൊന്ന് ചാഞ്ഞിരിക്കാതെ ശരിക്കും പൊട്ടിച്ചിരിപ്പിക്കുന്ന കിഡിലം പടം. ഇതിലാദ്യം എടുത്തു പറയേണ്ട മെയിൻ 2 പേര് നസ്ലനും മമിതയാണ്. കാരണം രസമായിട്ട് മോളിവുഡിലെ ഈ പുതിയ പെയർ അടിപൊളിയായിട്ട് സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഈ ചില മൊമെൻറ്റുകളിലെ ഈ നസ്ലൻ്റെ ഒരു നാണം ചമ്മൽ പരിപാടി, അതുപോലെ ഈ നോക്കി ചിരിക്കുന്ന ഒരു പ്രേമം കളന്നൊരു പരിപാടിയൊക്കെ മമിതയുടെ രസമുള്ള കോംബോ ആയിരുന്നു. ഭയങ്കര രസമുള്ള പരിപാടി. ശരിക്കും നമുക്കത് ഫീലാകും. പ്ലസ് എടുത്തു പറയേണ്ട 2 ആൾക്കാരുണ്ട്. ഒന്ന്, അതിൽ നസ്ലൻ്റെ ഫ്രണ്ടായിട്ട് വന്ന അമൽ ഡേവിസ് ആയിട്ട് വന്ന സംഗീത് പ്രതാപ്, 2 ആദിയായിട്ട് വന്ന ശ്യാം മോഹൻ. 2 പേരുടെയും ഗംഭീര പ്രകടനം, അതും ഞെട്ടിക്കുന്ന പ്രകടനം. ചില മൊമെൻറ്റുകളിലൊക്കെ അവർ നായകനും നായികയെക്കാളും ഡോമിനേറ്റ് ചെയ്ത് കൈയടി വാങ്ങിക്കുകയായിരുന്നു. പിന്നീട് പറയേണ്ട കാര്യം ഇതിലെ മ്യൂസിക്കാണ്. ഭയങ്കര രസമുള്ള, സിനിമയോട് ഒത്തു നിൽക്കുന്ന പാട്ടുകളും വരികളും സംഗീതമൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. അതിനൊത്ത സിനിമാറ്റോഗ്രഫി, എഡിറ്റിങ്, ബാക്കി പരിപാടികളെല്ലാം തന്നെ നമ്മളൊരു തിയേറ്ററിൽ പോയിരുന്ന് ഒരു റോംകോം എന്ന ബ്രാൻഡിൽ ആഗ്രഹിക്കുന്നോ അതിന് മുകളിൽ അത് തരുന്നുണ്ട്. പിന്നെ പ്ലസ് എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സിൽ ഒരു ചെറിയ ഗസ്റ്റ് റോളുണ്ട്. അത് എത്ര പേര് കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് എന്നെ സംബന്ധിച്ച് അതൊരു കിടിലൻ ഞെട്ടിക്കുന്ന ഒരു ഗസ്റ്റ് റോളായിരുന്നു. ഞെട്ടിക്കുകയും ചെയ്തു, ഒരുപാട് ചിരിപ്പിക്കുകയും ചെയ്തു. ആ പുള്ളി അങ്ങനെ ഒരു പരിപാടി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ ചരിത്രം ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതുപോലൊരു ഫെബ്രുവരിയിലാണ് രോമാഞ്ചം വരുന്നത്, ബ്ലാക്ക് ഹോൾസായിട്ടൊരു വമ്പൻ ഹിറ്റ് അടിക്കുന്നത്. അതിനുള്ള എല്ലാ ചേരുവകളും പ്രേമലുവിലുണ്ട്. അപ്പോൾ എല്ലാവരും കാണലു ഈ പ്രേമലു.